ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സക്കറിയ 11:10, ഞാൻ കൃപയെന്ന വടിയെടുത്ത് ഒടിച്ചു, അങ്ങനെ സകല ജനതകളുമായി ചെയ്ത ഉടമ്പടി അസാധുവാക്കി. ദൈവം പറയുക, ഞാൻ കൃപയെന്ന വടിയെടുത്ത് നടുവെ പടക്കെന്നൊടിച്ചു കളഞ്ഞു. കൃപയെന്ന വടി ഒടിക്കപ്പെട്ടാൽ, കൃപ ഒടിക്കപ്പെട്ടാൽ നമ്മുടെ നടുവൊടിഞ്ഞെന്നർത്ഥം. കൃപ ഒടിക്കപ്പെട്ടാൽ നമ്മുടെ നടുവൊടിഞ്ഞെന്നർത്ഥം. സക്കറിയ 11:10, ഞാൻ കൃപയെന്ന വടിയെടുത്ത് ഒടിച്ചു കളഞ്ഞു. ഇനി എനിക്കൊന്നും നോക്കേണ്ടതില്ല. കൃപയെന്ന വടി ദൈവം ഒടിച്ചു കളഞ്ഞാൽ നമ്മുടെ നടുവൊടിഞ്ഞെന്നർത്ഥം. നമ്മുടെ പ്രാർത്ഥന ഒന്ന് മാത്രം മതി: കർത്താവേ, അങ്ങയുടെ കൃപയുടെ വാതിൽ അടയ്ക്കരുതേ, അങ്ങയുടെ കൃപയുടെ വടി ഒടിച്ചു കളയരുതേ. എന്നോടും എൻ്റെ ജനതയോടും എൻ്റെ നാടിനോടും നഗരത്തോടും നീ കാണിക്കുന്ന കൃപയുടെ ഒരു വടിയുണ്ട്. ആ വടി ഒടിക്കപ്പെട്ടാൽ നടുവൊടിഞ്ഞവരെ പോലെ നമ്മൾ കിടന്ന് പിടയ്ക്കും. ഒറ്റ പ്രാർത്ഥനയാണ് ഓരോ ദിവസവും ചങ്കിനെ ജ്വലിപ്പിക്കേണ്ടത്: കർത്താവേ, അങ്ങയുടെ കൃപയുടെ വടി തളിരിടട്ടെ, തളിർച്ചാർത്തട്ടെ, അതിൽ പൂ കായ്ക്കട്ടെ, കാവിരിയട്ടെ. അങ്ങയുടെ കൃപയുടെ വടി ഒടിക്കപ്പെടാതിരിക്കാൻ ഇതാ നെഞ്ചുരുകി പ്രാർത്ഥിക്കാം. കൃപ എടുക്കപ്പെടരുതേ എന്ന പ്രാർത്ഥന ഓരോ കുഞ്ഞിൻ്റെയും നാവിൽ നിന്ന് ഉയരട്ടെ. ആമേൻ ആമേൻ ആമേൻ.